ഹലോ, അസ്സലാമു അലൈക്കും. എന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്നൊരു വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. വെജിറ്റബിൾ ബിരിയാണിയോ അല്ലെങ്കിൽ വെജിറ്റബിൾ റൈസ് അങ്ങനെ എന്താ പറയുക. ഇതിപ്പോൾ വെള്ളത്തിൽ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴുകിയെടുത്ത് കോളിഫ്ലവർ ഉണ്ട്, കുറച്ച് ബീൻസ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, തക്കാളി, ചെറുതായി അരിഞ്ഞ് വെച്ച ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, പച്ചമുളക്, പിന്നെ സോയാബീൻ ഉണ്ട്. നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. പാത്രം വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഈ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റായിട്ട് സിമ്പിളായിട്ടൊരു വെജിറ്റബിൾ ബിരിയാണി. ഒരുപാട് മസാല കുത്തൊന്നും ഇല്ലാണ്ട് നല്ല സിമ്പിൾ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ്. ഇനി ഇതുപോലെ ഉള്ളി നന്നായിട്ട് വാടിയിട്ടാകുമ്പോൾ ബാക്കി വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഞാനിതിലേക്ക് ആദ്യം സ്പൈസസ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഏലക്കായ്, പട്ട, ഗ്രാമ്പ് ഒന്നും ചേർത്തിട്ടില്ല. ചോറ് വെക്കുമ്പോൾ ഇടുന്ന മാത്രം മതി എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി അഥവാ നല്ലോണം സ്പൈസസ് ഇഷ്ടമുണ്ടെങ്കിൽ ആദ്യം എണ്ണ ഒഴിച്ച പാട് അതെല്ലാം ഒന്നിട്ട് മൂപ്പിച്ചിട്ട് ഉള്ളിയെല്ലാം ഇടാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇനി ബാക്കി വെജിറ്റബിൾസും പച്ചമുളകും ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ 3 ചെറിയ തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. ഒരു സൈഡിൽ നിന്ന് ഞാൻ ഈ വെജിറ്റബിൾ ബിരിയാണിയുടെ സൈഡ് ഡിഷായിട്ട് ലിവർ വരട്ടിയെടുക്കുന്നുണ്ട്, ലിവർ ഫ്രൈ ആക്കുന്നുണ്ട്. അങ്ങനെ മസാല എല്ലാം റെഡി ആയതിനു ശേഷം, ആ മസാല റെഡി ആയത് കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എനിക്ക്. മസാല റെഡി ആയതിനു ശേഷം ഒരു ലെയറാക്കിയിട്ട് ദമ്മാക്കി. കുറച്ച് ഗരം മസാല പൊടിയും പിന്നെ കുറച്ച് മല്ലിയിലയും മാത്രമേ എക്സ്ട്രാ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഇതുപോലെ ദമ്മാക്കി എടുത്ത് നല്ല ടേസ്റ്റ് ബിരിയാണി ആയിന്. സിമ്പിളാണ്, ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റ് വെജിറ്റബിൾ ബിരിയാണിയും. സൈഡിൽ എന്താ വേണമെങ്കിൽ ചിക്കനോ ബീഫോ മട്ടൻ എന്ത് വേണമെങ്കിലും സൈഡിൽ ഇങ്ങനെ ഉണ്ടായാൽ നല്ല ടേസ്റ്റാവും. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, കമൻറ്റിലൂടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം, സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്.